ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിലത്തെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ സിനിമ. ഒരു സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. ആ സമയത്ത് നമ്മൾ ചെയ്യാത്ത തെറ്റിന് വരെ നമ്മൾ അറിഞ്ഞാൽ പുറഞ്ഞ അടി വാങ്ങിച്ച് കൂട്ടുന്ന സമയത്ത് നമുക്ക് സാറുമാർക്ക് ഭയങ്കര കലിപ്പായിരിക്കും. ഈ വേട്ടാവളിയന്മാരെ പക്ഷെ ഒന്നും ചെയ്യാനും പറ്റില്ല. മാർക്ക് കുറയ്ക്കുകയോ തോൽപ്പിച്ചു വിടുവോ, അവർ ഈ തിരിച്ച് റിവഞ്ച് ചെയ്യുമോ എന്നുള്ള ഒരു അവരിലല്ലേ പ്രിവിലേജ് ഉള്ളത്. അതിൻ്റെ ഇതിൽ അടക്കി പിടിച്ച് വെച്ചിരുന്ന ഒരു അമർഷം ഉണ്ടായിരുന്നു. ആ അമർഷമൊക്കെ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ ചില പിള്ളേരെ മാത്രം, അവരൊക്കെ ഇങ്ങനെ പഠിക്കാൻ മോശമായതുകൊണ്ടൊന്നുമല്ല, അവരെയൊക്കെ ചുമ്മാ ഇൻറ്റൻഷനലി ടാർഗറ്റ് ചെയ്യുമ്പോഴൊക്കെ കൊച്ചിൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എന്ത് കാരണമെന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം വളർന്നു വന്ന് കുറച്ച് വീട്ടുവിചാരമൊക്കെ വന്നപ്പോഴാണ് എൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ജാതിയാണെന്നുള്ളത്. അങ്ങനെ ഒന്ന് രണ്ട് ലേയേഴ്സ് ഈ സിനിമയിൽ കൂടി അഡ്രസ്സ് ചെയ്ത് പോയിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ തിരുവനന്തപുരം കാരേറ്റ് എന്നുള്ള സ്ഥലത്താണ് നടക്കുന്നത്. അവിടുത്തെ ഒരു KR നാരായണൻ UP സ്കൂളാണ് പശ്ചാത്തലം. അവിടെയൊക്കെ ഈ ആട്ടാമ്പുഴു എന്നാണ് അവിടെ പറയുന്നത്, നമ്മളവിടെ ഊർത്താമ്പുഴു എന്നാണ് പറയുന്നത്. ഈ 2022 ഇപ്പോഴും ഈ ചൂരൽ കഷായം പരിപാടികൾ കൊണ്ടാണ്. ഇനി സിനിമയെക്കുറിച്ച് വിനേഷ് വിശ്വനാഥാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഡെബ്യൂ ആണ്, നീറ്റായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് എഴുതിയിരിക്കുന്നത് മുരളീകൃഷ്ണൻ, കൈലാഷ്, ആനന്ദ് മന്മഥൻ. ആ പുള്ളിയെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ജയ ഹേ ലാളിയെ. പുള്ളി ഒരു വേഷവും ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനേഷ് വിശ്വനാഥ്, ഇവർ 4 പേരും കൂടിയാണ് ചേർന്ന് ഇത് എഴുതിയിരിക്കുന്നത്. ആ എഴുത്തിൻ്റെ ഫലം കാണാനുണ്ട്. കാരണം ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾക്കെല്ലാം അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകത കൊടുത്ത് അവർക്കൊക്കെ സ്പേസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ സിനിമ പാതി വിജയിച്ചിട്ടുണ്ട്. ബാക്കി ഡയറക്ഷനിലും പെർഫോമൻസിലും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇതിലെ പിള്ളേരെ സെറ്റട യവന്മാരെ ആരെയൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തെടുത്ത് പറയണേ, എല്ലാവരും ഒരു രക്ഷയില്ലായിരുന്നു. പ്രൊട്ടഗണിസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ശ്രീകുട്ടൻ എന്ന് പറഞ്ഞുള്ള ക്യാരക്ടർ ചെയ്ത ശ്രീരംഗ് ഷൈനാണ്. പുള്ളി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പയ്യൻ തന്നെയാണ്. നമ്മുടെ ARMലെ അജയൻ്റെ കുട്ടിക്കാലം കാണിച്ചത്. അതുപോലെ മഞ്ഞുമൽ ബോയ്സിലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കാപ്പയിലുണ്ട് ചെറുക്കൻ കുടു പെർഫോമൻസ്. അതുപോലെ ദർശൻ M, ഇവരുടെയൊക്കെ പേരെടുത്തെടുത്ത് പറയണം, അത് അവർക്കുള്ള പ്രോത്സാഹനമാണ്. ബോധിക് ജോർദാൻ ആഷർ, ഹരികൃഷ്ണൻ, പിന്നെ പൂർത്തി എന്നൊരു ക്യാരക്ടറായിട്ട് ഒരാൾ വരുന്നുണ്ട്, കാർത്തിക് പൂർത്തി. അപ്പോൾ അയ്യോ അവൻ്റെ കമൻട്രിയൊക്കെ കാണണോടെ, ഒരു രക്ഷയില്ല. പിന്നെ അഭിനവസ്, നീറ്റ് ക്യാരക്ടറാണ്, ക്ലാസ്സിലെ പഠിപ്പിസ്റ്റ് ക്യാരക്ടർ ചെയ്യുന്നത് പുള്ളിക്കാരനാണ്. അതുപോലെ ഭദ്രയസ് നായർ, സൂര്യകിരൺ TS, അതുപോലെ ഏബിൾ ടിങ്കിൾ, അവൻ്റെ ഒരു ഗ്യാങ് ഉണ്ട്, അസുര പോലത്തെ ഒരു ഗ്യാങ്, ഇതിൽ ഭസ്മം. അവനൊക്കെ മനസ്സിൽ പതിക്കുന്ന ക്യാരക്ടറാണ്. അത്രയേറെ ഗംഭീരമായിട്ട് ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്വൈത് അജയൻ, ധനഞ്ജയ്, ഇവർ രണ്ടുപേരുമാണ് പിന്നെ ബാക്കി ഈ ഭസ്മ ഗ്യാങ്ങിലുള്ളത്. പിന്നെ സായി കൃഷ്ണ, ദേവിക അനൂപ്, അനുപമ അനീഷ്, അമന്യ റജി, അനമ്യ റജി, ട്വിൻസ് ആണെന്ന് തോന്നുന്നു. ഒരു ട്വിൻസ് പിള്ളേരുടെ ഉണ്ട്. ഇത് ഇനി ഏതെങ്കിലും പിള്ളേരെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമയുടെ, നിങ്ങളെ പേര് ഞാൻ വരും സിനിമയിൽ ഉറപ്പായിട്ട് പറയും. അത്രയേറെ കിടു പെർഫോമൻസ് ആയിരുന്നു ഇവരെല്ലാം. പിന്നെ കുറേ പേരുണ്ട്, അവരെയൊക്കെ വഴിയെ പറയാം. സിനിമ തുടങ്ങി വളരെ പതുക്കെയാണ് പോണത്. എന്താണ് ഇത് എന്നുള്ള രീതിയിലായി തുടങ്ങി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെ നമ്മൾ ആദ്യമായിട്ടാണ് പല മുഖങ്ങളെയും കാണുന്നത്. പുതുമുഖങ്ങളാണ് മെജോറിറ്റി. അപ്പോൾ ഇവരെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് പിടിച്ചെടുക്കണമല്ലോ, അതിൻ്റെ ഉള്ളൊരു സമയം അവർ എടുത്തിട്ടുണ്ട്. അവിടെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള പോകണം, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്നാലും ചിരിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അജു വർഗീസിൻ്റെ എൻട്രി വരുന്നുണ്ട്. അജു വർഗീസിനെ കൊണ്ട് വലിച്ച് കീറി വയ്ക്കാൻ തോന്നുന്നു. അത് അത്രയും നന്നായിട്ട് അങ്ങനെ ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഈ ചൊറിയൻ സാറന്മാരുണ്ടല്ലോ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പോള അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങ് പടം അങ്ങ് കയറി ഹുക്കായി, ഇമോഷണലി കണക്റ്റായി. അങ്ങനെ പോയിട്ട് ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ഒരു സാധനം വരുന്നുണ്ട് കേട്ടോ. അവിടെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നതാണെങ്കിലും എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടി. പിന്നെ അങ്ങോട്ട് ആ ഓളത്തിൽ അങ്ങ് കണ്ടു തീർത്ത്. ഇതിൻ്റെ ഇടയ്ക്കൊരു ക്രിക്കറ്റ് മറ്റ് വരുന്നുണ്ട്. അവിടെ കമൻട്രി, അതിൽ കുറേ റെഫറൻസുകൾ, KGF റെഫറൻസുകൾ, അങ്ങനെ കുറേ സാധനമുണ്ട്. എല്ലാം നല്ല രസമായിരുന്നു, നല്ല കോമഡി ആയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് വേറൊരാൾ കൂടി വരുന്നുണ്ട്, നമ്മുടെ സൈജു കുറുപ്പ് വന്നിട്ട് ഇതങ്ങ് മൊത്തത്തിലങ്ങ് പുള്ളിയുടെ ഇതിലായി. ആ പുള്ളിയുള്ള അത്രയും സീനുകൾ, ഇലുമിനാറ്റി ചേട്ടൻ, എല്ലാ പിള്ളേർ സെറ്റിനും അവർക്ക് ഒരു ചേട്ടൻ ഉണ്ടാവില്ല അപ്പുറത്ത്. ആ ചേട്ടൻ്റെ റോളാണ് സൈജു കുറുപ്പ് ചെയ്തിരിക്കുന്നത്. സൈജു കുറുപ്പ് വരുന്ന സീനുകളെല്ലാം പുള്ളിയുടെ മാനറിസം കൊണ്ടും എക്സ്പ്രഷൻ കൊണ്ടും ഒക്കെ ചിരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു അടിപൊളി ക്ലൈമാക്സോടെ ഈ പടം കണ്ടു തീർത്തിരിക്കുകയാണ്. മൊത്തത്തിൽ മനസ്സ് നിറഞ്ഞ ഒരു അനുഭൂതിയായിരുന്നു. ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട്, എൻ്റെ ഒരു മിനിയേച്ചർ വെർഷനായിട്ട് ഈ പിള്ളേരുടെ ഈ ഒരു സിറ്റുവേഷൻസും ഇൻസിഡൻറ്റും ഒക്കെ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഇത് കാണാം. എങ്ങനെ നോക്കിയാലും നല്ലൊരു എഴുത്താണ്, നല്ല പെർഫോമൻസ് ആണ്, നല്ല ഡയറക്ഷനാണ്. ജോണി ആൻ്റണി ഈ സിനിമയിൽ ഒരു കിളി പോയ, ഒരു ഓർമ്മ പോയ ഒരു സാറ്, പുള്ളി അത്യാവശ്യം നന്നായി ചിരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അഹല്യ ഉണ്ണികൃഷ്ണൻ, ശ്രുതി സുരേഷ്, കണ്ണൻ നായരും അജിഷ പ്രഭാകരനും തിങ്കളാഴ്ച നിശ്ചയത്തിലേക്കുള്ള അവരെ ഒരു കോംബോ ആയിരുന്നു. ഡേഞ്ചർ കപ്പിൾസ്, അവർ നൈസായിരുന്നു. അവരുടെ ഒരു ട്രാക്ക് പോകുന്നുണ്ട്. പിന്നെ ശ്രീനാഥ് ബാബു, ഗംഗാമീര, ജിബിൻ ഗോപിനാഥ്, പുള്ളിയുടെ ഒരു ട്രാക്ക് ഉണ്ട്, അത് നൈസായിരുന്നു. ഇതിന്റെ കഥ എഴുതിയ കൈലാഷ് തന്നെയാണ് ഇത് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി അനൂപ് V. ശൈലജ. ഞാൻ പറഞ്ഞു, ഇവർ രണ്ടുപേരും കൂടി ഇന്റർവൽ ബ്ലോക്ക് സമയത്ത് ഒരു പണി ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കിടുവായിരുന്നു.
PS ജയഹരിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു പാട്ട് സൂപ്പറായിരുന്നു. അതുപോലെ മാസ് കൊടുക്കേണ്ട സമയത്തൊക്കെ കൊടുത്തിരിക്കുന്ന BGM, എസ്പെഷ്യലി ഈ ഭസ്മം ടീമിന് കൊടുത്തിരിക്കുന്നത് ഒക്കെ നൈസായിരുന്നു. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജി അടിക്കും, ചിരിക്കും, ദേഷ്യം വരും. ഇതിനെല്ലാത്തിൻ്റെ അവസാനം ഒരു നല്ലൊരു സിനിമ കണ്ട് നല്ലൊരു ഫീൽ ഗുഡ് അനുഭവം ഉണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷനോടെ സിനിമ കണ്ട് പുറത്തു വരാം. എന്തരാ വരട്ടെ.